നീ ഇപ്പൊ ഇവരുടെ ചെലവിലല്ലോ ജീവിക്കുന്നേ. കുറച്ച് കാശ് കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട്, അതിനുള്ള പണിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. അതല്ല, ആ തന്ന കാശ് തന്നെ വേണമെങ്കിൽ ഇനിയിപ്പോ അതും അതിന്റെ 1000 ഇരട്ടി തിരിച്ചു കൊടുക്കാനുള്ള കഴിവുമുണ്ട്. വേണമെങ്കിൽ അതങ്ങ് തിരിച്ചു കൊടുത്തേക്കണം. വയറ് നിറച്ച് കഴിക്കണം, അതിൽ വീഴ്ചയൊന്നും വരത്തില്ലേ മോളെ. ഞാനേ പഴയ ഒരു പേപ്പർ തിരഞ്ഞുകൊണ്ടിരിക്കുക, ഒരു സർക്കാർ ഓർഡറാ. അതൊന്ന് തപ്പിയെടുത്തിട്ട് ദാ വരുന്നു. അതെ, തനിയെ കോരിയം കുടിച്ചാ മതി. സിത്താര മാഡത്തിനോട് എനിക്ക് ബഹുമാനമുണ്ട്, പക്ഷേ നിന്നോടതില്ല. കൃഷ്ണമോളെ ദ്രോഹിക്കാൻ നടക്കുന്ന ആരോടും എനിക്കതുണ്ടാവില്ല, ഈ ജന്മത്തുണ്ടാവില്ല. അതെ, കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പാത്രം എടുത്തോണ്ട് പോണം. മാഡം, സുനന്ദ ഇപ്പൊ ഇവിടെയാണല്ലേ? അതെ മാഡം, ഗോപാലേട്ടൻ ഇവിടെ കടയുണ്ട്, അനിയൻ സാറ് കൊടുത്തതാ. കൃഷ്ണയില്ലേ ഇവിടെ? ഉണ്ട് മാഡം, വരൂ. കൃഷ്ണേ, ഇരിക്കും മാഡം. മാഡത്തിന് കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഒന്നും വേണ്ട, കൃഷ്ണയെ കണ്ടിട്ട് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. മാഡം, മാഡം, എൻ്റെ മോള് നിന്നോട് ക്രൂരമായിട്ട് പെരുമാറിയതുകൊണ്ട് നിനക്കിപ്പോ നിന്റെ വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റുന്നില്ലല്ലേ? അതിപ്പോ എന്തായാലും സംഭവിച്ചു പോയില്ലേ, പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഗാഥ ചെയ്ത കാര്യം ഒരിക്കലും ഞാൻ ന്യായീകരിക്കില്ല. നിന്നെ ദ്രോഹിക്കണമെന്ന് ഒരിക്കലും എന്റെ മനസ്സിലുണ്ടായിട്ടില്ല കേട്ടോ. എനിക്കതറിയാം. ഞാനിപ്പോ നിന്നോട് ആവശ്യപ്പെടാൻ പോകുന്നത് ഒരു നാണംകെട്ട കാര്യമാണ്. ഗാഥ മേഡം കൃഷ്ണയ്ക്ക് പകരം അവിടെയാണല്ലോ, പക്ഷെ കളരിക്കിൽ നിന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് അവിടേക്ക് തിരിച്ചെത്തിയേ പറ്റൂന്ന്. ആ സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്യാമെന്ന് മാം വാക്ക് കൊടുക്കുകയും ചെയ്തു. അതെങ്ങനെ പറ്റും, പ്രത്യേകിച്ച് ഗാഥ കാല് വയ്യാതെ കിടക്കുമ്പോ? അതുകൊണ്ടാണ് നിന്റെ അടുത്തേക്ക് വന്നത്. കളരിക്കൽക്കാരോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ എന്റെ മനസ്സിൽ വേറെ ഒരു മാർഗവും ഇല്ല കുട്ടി. ഒരിക്കൽ കൂടി ഗാഥയ്ക്ക് പകരം നീ പോവോ? മാഡം എന്തായി പറയുന്നേ? ഇനി അതൊന്നും പറയണ്ട മാഡം. എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ നിന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു കരുണയില്ലാതെ ഞാൻ ആട്ടി ഓടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും എന്റെ മകളുടെ ജീവിതം നിലനിർത്താനായിട്ട് എനിക്ക് നിന്നെ ആവശ്യമായിരുന്നു. അപേക്ഷിച്ചും ഭീഷണിപ്പെടുത്തിയൊക്കെ ഞാൻ പിന്നെ നിന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചു. ഇതിപ്പോ ഭീഷണിയൊന്നുമല്ല, ഒരു അപേക്ഷയാണ്. ഗാഥമോളുടെ കാലൊന്ന് ശരിയാവുന്നത് വരെ കുറച്ചു ദിവസം നീ കളരിക്കൽ അവൾക്ക് പകരം ചെന്ന് നിന്നേ പറ്റൂ. എന്നെ ഒന്നും ഹെൽപ്പ് ചെയ്യില്ലേ മോളെ? നാണമില്ലേ മേഡം നിങ്ങൾക്ക്?
നിങ്ങളുടെയൊക്കെ തൊലിക്കെട്ടി സമ്മതിക്കണം. കൃഷ്ണയുടെ മുമ്പിൽ ഇതും പറഞ്ഞു വരാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ആരെ ഓർത്ത് അവൾ വരേണ്ടത്? അവള് നിങ്ങളുടെ സ്വന്തം മകളാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് നിങ്ങളെ ഓർത്തിട്ടോ? അതോ ഇവളെ കൊല്ലാൻ വന്ന നിങ്ങളുടെ മകളെ ഓർത്തിട്ടോ? ഗോപാലമ്മ, നീ ഒന്നും മിണ്ടാതിരിക്കോ കൊച്ചേ. നീ ഇപ്പൊ ഇവരുടെ ചെലവിലല്ലോ ജീവിക്കുന്നേ. കുറച്ച് കാശ് കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട്, അതിനുള്ള പണിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. അതല്ല, ആ തന്ന കാശ് തന്നെ വേണമെങ്കിൽ ഇനിയിപ്പോ അതും അതിന്റെ 1000 ഇരട്ടി തിരിച്ചു കൊടുക്കാനുള്ള കഴിവുമുണ്ട്. വേണമെങ്കിൽ അതങ്ങ് തിരിച്ചു കൊടുത്തേക്കണം. അതെ, വേറെ എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ മാം ഇങ്ങനെ വരില്ലായിരുന്നു. നിങ്ങളൊക്കെ ആകെ കാണുന്ന മാർഗം ഇവളെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുക്കുക അല്ലേ? ഇവളെ അതങ്ങ് നിർത്തി. ഇനി കളരിക്കലേക്കെന്നല്ല ഒരു സ്ഥലത്തും വേഷം കെട്ടാനായിട്ട് ഇനി ഇവള് വരുന്നില്ല. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഇങ്ങോട്ടില്ലാത്ത പ്ലീസ് ഒന്നും അങ്ങോട്ടും ഇല്ല മാഡം. നിങ്ങൾക്കൊക്കെ ആവശ്യം വരുമ്പോഴേ മുഖത്തൊരു ചിരിയുമായിട്ട് ഇങ്ങോട്ട് വരും. ഇവളെ നന്നാക്കാനൊന്നും അല്ലല്ലോ, കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുക്കാനല്ലേ? അമ്മ പകല് സഹായം തേടി വരും, മോള് രാത്രി കൊല്ലാനുള്ള ആളുകളെ കൊണ്ടുവരും. വലിയ വലിയ കാശുകാരുടെ രീതിയൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. ഇവളെന്നെ കാണുന്നതേ സ്വന്തം അമ്മാവനായിട്ടാ. അതുകൊണ്ട് അല്പ ഉത്തരവാദിത്വത്തിൽ ഇവിടെ കാര്യങ്ങൾ ഇടപെടാൻ എനിക്ക് പറ്റും. മേഡം പോവാൻ നോക്ക്. മാഡം. കൃഷ്ണേ, നീ മിണ്ടാതിരിക്കുന്നുണ്ടോ ഇവിടെ? ഇവരെ ഒന്നും നീ മനസ്സിലാക്കിയിട്ടില്ല. 1-2 തവണ അബദ്ധം വരാം. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആവർത്തിച്ചാലേ നമ്മൾ മണ്ടന്മാരായി പോവും മോളെ. വന്നത് എന്റെ തെറ്റാ. ശരിയാ, എന്റെ മകളുടെ കാര്യത്തിലും അവളുടെ ജീവിതത്തിന്റെ കാര്യത്തിലും ഞാൻ സ്വാർത്ഥയാണ്. ഇപ്പൊ വന്നതും അതേ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. നിങ്ങൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. എനിക്കൊരു മറുപടിയില്ല. ഞാൻ ഇറങ്ങുന്നു. വരട്ടെ മോളെ.